നമസ്തേ. പാകിസ്ഥാൻ ഒരിക്കൽ പ്രോത്സാഹിപ്പിച്ച ഭീകരവാദം ഇന്ന് അവരെ തന്നെ കടിച്ചു കീറാൻ വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പാകിസ്ഥാനിലെ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സിന്ധു നദി. പഞ്ചാബിലെ 5 നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വച്ച് സിന്ധുവുമായി കൂടിച്ചേരുകയാണ്. ഈ നദികളിലെ വെള്ളം പങ്കുവെക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്താരാഷ്ട്ര കരാറുണ്ട്. ഈ കരാർ പ്രകാരം സിന്ധുവിലെ 80% ജലം പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ്. ഈ കരാറാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകൾ ഈ നദിയിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി വളരെ ദീർഘദർശനത്തോടു കൂടി ചെയ്തതാണ് ഇതെല്ലാം. 3 യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നദീജല കരാർ മരവിപ്പിച്ചിട്ടില്ല. മരവിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഡാമുകൾ അടച്ചാൽ ജലം കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഡാമുകൾ നിറഞ്ഞ് കവിയുമായിരുന്നു. ഇന്ന് മോദി സർക്കാർ ആ കരാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഡാമുകൾക്ക് ഷട്ടർ വീഴും. ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും. കൃഷി നശിക്കും. കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും. സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ സൈന്യം നിർബന്ധിതരാകും. അതുപോലെ ആയിരക്കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് ഇന്ത്യയിൽ ഇപ്പോൾ ചികിത്സ തേടി വരുന്നത് എന്നോർക്കണം. പാക് പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെ പല സർജറികൾക്ക് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന പാക് പൗരന്മാരെയാണ് ഇത് ബാധിക്കുക. വളരെ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ആധുനിക ചികിത്സയാണ് പാക് പൗരന്മാർക്ക് ഇതിലൂടെ നഷ്ടമാകുന്നത്. ഇന്ത്യയുടെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ, ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെകുത്താൻ രാജ്യത്തെ അവസാനിപ്പിക്കാനാകുമോ എന്ന പരീക്ഷണ യുദ്ധമാണ് ഭാരതം ഇപ്പോൾ ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരിക്കൽ പ്രോത്സാഹിപ്പിച്ച ഭീകരവാദം ഇന്ന് അവരെ തന്നെ കടിച്ചു കീറാൻ വരികയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പാകിസ്ഥാൻ ഒരു ഇരട്ടത്താപ്പ് കളിയായിരുന്നു. ഒരു വശത്ത് താലിബാനെ നിർത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആ ഇരട്ടത്താപ്പ് കളി. പക്ഷേ സ്വന്തം സൃഷ്ടിയായ ഭീകരതയിൽ ആ രാജ്യം കുടുങ്ങിപ്പോയി. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടുകൂടി പാകിസ്ഥാന്റെ ആ ഇരട്ടത്താപ്പ് പൊളിഞ്ഞുപോയി. ഇപ്പോഴിതാ നമ്മുടെ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ മോദിയത പല വഴികളിലായി തിരിച്ചടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതം ആകെ മാറി. എന്നാൽ പാകിസ്ഥാൻ മാറിയോ? ഇല്ല. അവർ അവരുടെ മോശം ശീലങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. 2014 ഇന്ത്യയിൽ സർക്കാർ മാറി. അതോടെ ഭീകരവാദ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ തിരിച്ചടി ലഭിക്കും എന്ന പാകിസ്ഥാന് മനസ്സിലായി. ഈ കാലയളവിൽ ഇന്ത്യ സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ മികച്ച രീതിയിൽ വളർന്നു. ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടു. പക്ഷേ പാകിസ്ഥാൻ പഴയ രീതി തുടർന്നു. പാകിസ്ഥാന് വേണ്ടി ഇനി വിലയേറിയ സമയം പാഴാക്കേണ്ട ആവശ്യം നമ്മുടെ ഭാരതത്തിനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തിന്റെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ, ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാൻ എന്ന ചെകുത്താൻ രാജ്യത്തെ അവസാനിപ്പിക്കാനാകുമോ എന്ന പരീക്ഷണ യുദ്ധമാണ് ഭാരതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.